episode of Flywheel. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ ക്രൂസർ ബൈക്കാണ്. ഹോണ്ടയുടെ ഫ്ലാഗ്ഷിപ്പ് ക്രൂസർ ബൈക്കായ വൾക്കാരയുടെ ടെസ്റ്റ് ഡ്രൈവ് ആണ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദ റൈഡ് ഓഫ് വൾക്കാര. ലോകത്തെ ഏറ്റവും വലിയ ടൂ വീലർ മാനുഫാക്ചേഴ്സ് ആണല്ലോ ഹോണ്ട. അങ്ങനെയുള്ള ഹോണ്ടയുടെ ഒരു ഡിഫറെന്റ് ബ്രീഡാണ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഹോണ്ടയുടെ ഫ്ലാഗ്ഷിപ്പ് ക്രൂസറായ വൾക്കാരയുടെ ട്യൂറർ മോഡലാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത്. 1997 ഹോണ്ട വൾക്കാര എന്ന മോഡലുമായി വന്നിട്ടുള്ളത്. ഈ വൾക്കാര ഡെവലപ്പ് ചെയ്ത് തന്നെ ഹെവി ക്രൂസർ ബൈക്കായ ഹാർലി ഡേവിഡ്സണുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അമേരിക്കയിലും അതുപോലെയുള്ള മാർക്കറ്റിലും ഹെവി സൂപ്പർ ബൈക്സിന് ഒരു വലിയൊരു സ്ഥാനം തന്നെ ഉണ്ട്. അത്തരം തരത്തിലുള്ള ഈ ഒരു മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോണ്ട ഈ മോഡൽ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു പ്യുവർ ക്രൂസർ ബൈക്കിന്റെ ഡിസൈൻ എലമെന്റ്സോട് കൂടിയിട്ടാണ് ഈ ഒരു മോഡൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ എല്ലാ ആസ്പെക്ട്സും നമുക്ക് കാണാം. ആ ഒരു ഷേപ്പ് ആവട്ടെ, ഹാൻഡിൽ ആവട്ടെ, പിന്നെ ക്രോം ഫിനിഷ് ആവട്ടെ, ആ സൈസ് ആവട്ടെ, ഇതെല്ലാം തന്നെ ആ ഒരു ക്രൂസർ ബൈക്കിന് സൂപ്പർ ഹെവി ക്രൂസർ ബൈക്സിലെല്ലാം വരുന്ന രീതിയിൽ തന്നെ ഉള്ളത്. ഈ മോഡൽ ഡെവലപ്പ് ചെയ്ത് 97 ആകെ 6 വർഷമാണ് പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നത്. 97 to 2003 വരെയാണ്. ഇന്ന് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന മോഡൽ 2002 ആണ്. 2002 തന്നെ ഒരു സ്പെഷ്യൽ വേരിയന്റ് ആണിത്. ട്യൂറർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വേരിയന്റ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസൈൻ എലമെന്റ്സിൽ പറയാം. സോ വൾക്കാര ഈസ് എ വെരി കോമ്പീറ്റിംഗ് മോഡൽ ഓഫ് എ ക്രൂസർ ബൈക്ക്. കാരണം ഏതൊരു ക്രൂസർ ബൈക്കിലുള്ള കുറെ ഡ്രോബാക്സ് മാറ്റിയിട്ട് എസ്പെഷ്യലി അമേരിക്കൻ ബൈക്സിലുള്ള ഡ്രോബാക്സ് മാറ്റിയിട്ടാണ് ഹോണ്ട ഇത് ഡെവലപ്പ് ചെയ്തത്. സോ ഇറ്റ് ഹാസ് ബീൻ വെരി സക്സസ്ഫുൾ. ഇറ്റ് ഹാസ് സോൾഡ് ലൈക്ക് എ ഹോട്ട് കേക്ക്. ഈ ഒരു 6 വർഷത്തിൽ ഏറ്റവും അധികം പെട്ടെന്ന് തന്നെ വിറ്റഴിക്കാൻ പറ്റിയ ഒരു മോഡലായിരുന്നു ഇത്. ബട്ട് 6 വർഷത്തിന് ശേഷം നിർത്തിയെങ്കിലും ദേ ഇൻട്രൊഡ്യൂസ് ന്യൂ ടെക്നോളജി ആൻഡ് ബോട്ട് അപ്പ് വൾക്കാര റൂയിനെ. വൾക്കാരന്റെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്യുവർ ക്രൂസർ ബൈക്കിന്റെ എല്ലാ എലമെന്റ്സോട് കൂടിയ ഒരു ബൈക്കായിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ബിഗ് റൗണ്ട് ഹെഡ്ലൈറ്റ്സ്, അത് ശരിക്കും ഹാർലി ഡേവിഡ്സണിൽ വന്നിട്ടുള്ള ഈ ഫാറ്റ് ബോയിനെല്ലാം തന്നെ സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള. പിന്നെ വലിയ 2 മീറ്റർ കൺസോൾ, അതിനെല്ലാം ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെരി ബ്രോഡ് ടയേഴ്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പൊ അതെല്ലാം തന്നെ ഒരു ഫ്രണ്ടിൽ നിന്നും വരുമ്പോഴുള്ള ഒരു പ്രസൻസ് ശരിക്കും ഒരു ക്രൂസർ ബൈക്കിന്റെ രീതിയിലുള്ള. പിന്നെ ഇതിന്റെ ഹാൻഡിലിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വീതി കൂടിയ രീതിയിലാണ് ഈ ഹാൻഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ സുസുക്കി ബൊലേവാർഡെല്ലാം കണ്ട ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിലായിരുന്നു. എന്നാൽ ഇതിൽ വന്നിരിക്കുന്ന പ്യുവർ ഒരു ക്രൂസർ ബൈക്കിൽ വരുന്ന ഒരു രീതിയിലുള്ള ഒരു ഹാൻഡിലാണ്. അത് ശരിക്കും ആ ഫീലും ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനെല്ലാം തന്നെ ക്രോം പ്ലേറ്റിംഗ് ഉണ്ട്. പിന്നെ സൈഡ് മിറേഴ്സിനെല്ലാം കൊടുത്ത ക്രോം പ്ലേറ്റിംഗ് എല്ലാം തന്നെ ഒരു പ്യുവർ ക്രൂസർ ബൈക്കിൽ കാണുന്ന, നമ്മൾ സാധാരണ ക്രൂസർ ബൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ വരുന്ന ഹാർലി ഡേവിഡ്സന്റെ ഒരു പിക്ചർ നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയുള്ളത്. എന്നാൽ ബാക്കി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ക്രൂസർ ബൈക്കിൽ ഒരു ചെറിയൊരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറെ എലമെന്റ്സും കൊടുത്തിട്ട് വൾക്കാര ഡിഫറെന്റ് ആക്കുകയാണ് ഹോണ്ട ചെയ്തിട്ടുള്ളത്. 24 ലിറ്റർ ഫ്യൂവൽ കപ്പാസിറ്റി ഉള്ള ഒരു ഹ്യൂജ് ടാങ്ക് ആണ് വൾക്കാരയിലുള്ളത്. അത് തന്നെ ഒരു ക്രൂസർ ബൈക്കിന്റെ ഒരു ഫീല് ലഭിക്കുന്ന രീതിയിൽ അതിന്റെ ഷേപ്പ് എല്ലാം തന്നെ ഉള്ളത്. അതിനോട് ചേർന്നിട്ട് നല്ല ബ്രോഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ്. അതും സാധാരണ ക്രൂസർ ബൈക്കിൽ കാണുന്ന രീതിയിൽ ഫ്രണ്ട് സീറ്റിൽ കുറച്ച് താന്നിട്ട്, റൈഡറെ സീറ്റ് താന്നിട്ടും പാസഞ്ചർ സീറ്റ് പൊന്തിയിട്ടുള്ളത്. പിന്നെ ഇതിന് വരുന്ന ഒരു ബാക്ക് റെസ്റ്റ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു ട്യൂറർ എന്നുള്ള മോഡലാണത്. അതിന് വരുന്നതാണ് ഈ ബാക്ക് റെസ്റ്റ്. ഇതിൽ കുറെ വേരിയൻസ് വന്നിട്ടുണ്ട്. അതായത് സിംഗിൾ സീറ്റ് വേരിയന്റ് ഉണ്ട്, ഡബിൾ സീറ്റ് ഉണ്ട്. ഈ ഡബിൾ സീറ്റിൽ തന്നെ ചെറിയ സീറ്റ് ഉള്ളതുണ്ട്. ഇത് വരുന്ന ട്യൂറർ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ടോപ്പ് ഓഫ് ദി റേഞ്ച് മോഡലായിരുന്നു. അതുകൊണ്ട് വലിയ ബ്രോഡ് സീറ്റ്സ് ആണ് ബാക്കിൽ വന്നിട്ടുള്ളത്. അതായത് ഒരു ഫുള്ളി ബിൽഡ് അഡൽട്ട് 2 പേർക്ക് സുഖമായിട്ട് പോകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫുൾ ക്രോം പ്ലേറ്റിംഗ് എല്ലാം കുറിച്ചിട്ടെല്ലാം അത് ശരിക്കും നല്ലോണം എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇതിന്റെ ഇഞ്ചിൻ പ്ലേറ്റിംഗ്സും അതിന്റെ കവേഴ്സ് എല്ലാം അത് നല്ലോണം എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നോർമലി ക്രൂസർ ബൈക്കിൽ വരുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു ഫുഡ് റെസ്റ്റ് എല്ലാം കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി ഒരു സ്ലാൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. അത് ബാക്ക് സീറ്റിലെ ഫുഡ് റെസ്റ്റിലുള്ള കുറച്ച് പൊങ്ങിയിട്ടാണ്. കാരണം സീറ്റ് പൊങ്ങിയിട്ടായതുകൊണ്ട് ഇരിക്കുമ്പോൾ കുറച്ച് കാല് പൊക്കി വെക്കുമ്പോൾ ഫ്രണ്ടിലുള്ള ആളുകൾക്ക് ഒരു കൺട്രോൾ ചെയ്യുമ്പോൾ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലാണ് ആ സീറ്റ്സിന്റെ ഫുഡ് റെസ്റ്റിന്റെ അറേഞ്ച്മെന്റ്സ് ഉള്ളത്. പിന്നെ ട്യൂററിന്റെ ഒരു വേറൊരു സവിശേഷത ഉള്ളത് ഇതിന്റെ 2 സൈഡ് ബോക്സസ് ആണ്. അതൊരു സാധാരണ ഫാറ്റ് ബോയിലെല്ലാം നമ്മൾ സ്പെഷ്യൽ എഡിഷനിൽ കണ്ടിട്ടുള്ള വലിയ സൈഡ് ബോക്സസ് അതുപോലെ തന്നെയാണ് ഇതിലുള്ളത്. പക്ഷെ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു ഷേപ്പ് എല്ലാം തന്നെ കുറെ കൂടി ഒരു റിട്രോ പോലെയുള്ള ഷേപ്പാണ്.
നല്ലൊരു കുറച്ചൊരു ബോക്സി ആയിട്ടുള്ള ഷേപ്പ് കൊടുത്തുകൊണ്ട് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് ബോക്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു മോഡലിന് കൊടുത്തിരിക്കുന്ന യെല്ലോ ആൻഡ് ബ്ലാക്ക് കളർ ഒരു ഗ്രാഫിക്സ് എല്ലാം തന്നെ വളരെ ഒരു അട്രാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള. സോ ഓൾ ടുഗദർ ഇറ്റ്സ് എ വെരി അട്രാക്റ്റീവ് ക്രൂസർ ബൈക്ക്. ലൈക്ക് ഏതൊരു സൂപ്പർ ബൈക്കിനെ പോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയി ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫോർ ദിസ് എസ്പെഷ്യലി ദ സൈസ് വെരി മച്ച് മാറ്റർ. കാരണം ഇതിന്റെ സൈസാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രസൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് വെൻ യു ഡ്രൈഡ് ഇറ്റ് ആൻഡ് ഓൾ യു ക്യാൻ ഫീൽ ദറ്റ് ഡിഫറൻസ്. കാരണം ഒരു റോഡിൽ നമ്മൾ പോകുമ്പോൾ ബാക്കിയുള്ള ആളുകളുടെ അറ്റൻഷനിൽ കിട്ടുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഹൗ മച്ച് പ്രസൻസ് ഇറ്റ് ഗീവ്സ്. So altogether the Valkyrie is a very big cruiser bike എന്ന് പറയാം. And it can really and it had really competed with the like Harley Davidson and all. വാൾക്കാരിയുടെ സൈസ് എല്ലാത്തിലും നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ടയറിലാവട്ടെ ഡിസ്കിലാവട്ടെ എല്ലാത്തിലും ആ സൈസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന 16 ഇഞ്ച് അലോയ്സ് ആണ് ഫ്രണ്ടിലും ബാക്കിലും. എന്നാൽ സൈസ് ഓഫ് ടയർ ഇസ് ഡിഫറെന്റ്. ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന 150ഉം ബാക്കിൽ യൂസ് ചെയ്യുന്ന 180 ആണ്. ആൻഡ് ദ ഡിസ്ക് യൂസേജ് 4mm ഫ്രണ്ട് ഡബിൾ ഡിസ്ക് ബ്രേക്സ് ആണുള്ളത്, ബാക്കിൽ സിംഗിൾ ഡിസ്ക് ബ്രേക്ക് ആണ്. കാരണം ഇത്രയും ഒരു പവർഫുൾ വണ്ടിയും ഇത്ര വലിയ വെഹിക്കിളാകുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടയറും ബ്രേക്കും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ യു വോണ്ട് ഫീൽ എനി റിസ്ക് while you're riding it. You will feel very confident and you can enjoy the ride fully. Flywheel. Kairali TMT Steel, the only manufacturer for Steel Authority of India. Now with FE 500 grade. Added values: earthquake resistant, corrosion resistant and cost effective. എന്റെ വീടിന്റെ ഹിഡൻ സ്ട്രെങ്ത് കൈരളി TMT കമ്പികൾ. Kairali TMT Steel, the choice of a lifetime. A Kalliyat product. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവർ കണിയാൻ മലബാർ അവതരിപ്പിക്കുന്നു സ്റ്റാർലറ്റ് കിഡ്സ് ജ്വല്ലറി. ഇളം മേനിക്ക് പോറലേൽപ്പിക്കാത്ത സവിശേഷ ഡിസൈനുകളിൽ കൊച്ചു കൊച്ചു ആഭരണങ്ങളുടെ വലിയ ശേഖരം. മലബാർ ഗോൾഡ്, ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. ഓരോ ജീവജാലങ്ങൾക്കും പ്രകൃതി ബാഹ്യ സുരക്ഷയ്ക്കായി പുറന്തോടുകൾ നൽകിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ സ്വപ്നഗൃഹത്തിന് വേണം ബാഹ്യ സംരക്ഷണത്തിനുപരി ഉള്ളിൽ നിന്നുള്ള സംരക്ഷണം. അതിനാൽ ഉപയോഗിക്കൂ ഉന്നത ഗുണമേന്മയുള്ള കൈരളി TMT സ്റ്റീൽ ബാർസ്, ദ ചോയ്സ് ഓഫ് എ ലൈഫ് ടൈം, എ കള്ളിയത്ത് പ്രോഡക്റ്റ്. വാൾക്കാരിയുടെ സൈസ് പോലെ തന്നെ ഒരു ഹ്യൂജ് എഞ്ചിനാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ എഞ്ചിൻ തന്നെയാണ് ഹോണ്ടയുടെ ഏറ്റവും വലിയ ബൈക്കായ ഗോൾഡ് വിങ്ങിലും ഷെയർ ചെയ്തിട്ടുള്ളത്. അന്ന് വന്ന 97 to 2003 വന്ന ഗോൾഡ് വിങ്ങിലും വാൾക്കാരിലും ഒരേ എഞ്ചിനാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതായത് V6 എഞ്ചിനാണ്, 6 സിലിണ്ടർ V ലേഔട്ടിലുള്ള എഞ്ചിനാണ്. അതിന്റെ CC വരുന്ന 1520 CC ആണ്. ഔട്ട്പുട്ട് ഇസ് 135 bhp ആൻഡ് 150 Nm ടോർക്ക്. സോ ഇറ്റ്സ് എ വെരി ഹ്യൂജ് ആൻഡ് വെരി പവർഫുൾ എഞ്ചിൻ. അതിന് മേറ്റ് ചെയ്തിട്ടുള്ളത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, മാനുവൽ ഗിയർ ബോക്സ്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് നോർമലി നമ്മൾ മറ്റേ ഇൻട്രോഡറിലെല്ലാം കണ്ട പോലെ തന്നെ ഷാഫ്റ്റ് ആണ്, അതർ ചെയിൻ ഷാഫ്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് ഗിയർ മൂവ്മെന്റ്സ് എല്ലാം ഗിയർ ചേഞ്ചിലെല്ലാം പെട്ടെന്ന് നടക്കാനും നല്ലൊരു പവർ ലോസ് ആവാതെ ടോക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. പിന്നെ ഇതിൽ വരുന്ന 5th ഗിയർ ഓവർ ഡ്രൈവ് ആയിട്ട് യൂസ് ചെയ്യും. ആ 5th ഗിയറിലും ഇപ്പം നമ്മളൊരു ലോ സ്പീഡിൽ പോവുകയാണെങ്കിൽ ലൈക്ക് ഒരു 30 to 40 കിലോമീറ്ററിൽ പോവുകയാണെങ്കിലും ഗിയർ ഡൗൺ ചെയ്യാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അതിന്റെ ഈ 6 സിലിണ്ടർ ആയതുകൊണ്ടുള്ള സവിശേഷത. ഇനി പെട്ടെന്ന് ക്രൂസ് ചെയ്യണമെങ്കിലും ആ ഗിയറിൽ തന്നെ ചെയ്യാൻ പറ്റും. സോ പവർഫുൾ ദ എഞ്ചിൻ ഇറ്റ് ഈസ്. Flywheel.